Hello students, welcome to Masterminds Education online classes. അപ്പോൾ നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 9 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇനി നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? If f of x equal to x plus 3 for x belongs to R, then the value of f inverse of x is, അതായത് ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് 3 എന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, അതായത് y ഈക്വൽ ടു എക്സ് പ്ലസ് 3 എന്ന് എഴുതാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കാണണമെങ്കിൽ ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ വി നീഡ് ടു ഫൈൻഡ് എക്സ് ഇൻ ടേംസ് ഓഫ് y. അതായത് നമുക്ക് എന്ത് അറിയാം? y ഈക്വൽ ടു എക്സ് പ്ലസ് 3 തന്നിട്ടുണ്ട്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് 3. y ഈക്വൽ ടു എക്സ് പ്ലസ് 3 ആണ്. അപ്പോൾ ഇതാണ് എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സിന്റെ ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവേഴ്സ് കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? വി നീഡ് ടു ഫൈൻഡ് എക്സ് ഇൻ ടേംസ് ഓഫ് y. എക്സിനെ ഇൻ ടേംസ് ഓഫ് y നമ്മൾ കണ്ടുപിടിക്കണം. വി നീഡ് ടു ഫൈൻഡ് എക്സ്, അതായത് ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കാണണം ഇൻ ടേംസ് ഓഫ് y. അപ്പം എങ്ങനെ ചെയ്യാം? എക്സ് ഈക്വൽ ടു y മൈനസ് 3 എന്ന് എഴുതിക്കൂടെ? എക്സ് ഈക്വൽ ടു y മൈനസ് 3 എന്ന് എഴുതിക്കൂടെ അല്ലേ? ഫൈൻഡ് എക്സ് ഇൻ ടേംസ് ഓഫ് y. എക്സ് കിട്ടി, എന്തിൻ്റെ ടേമിൽ? വൈൻ്റെ ടേമിൽ എക്സ് കിട്ടി. അപ്പം എന്താ വരിക? എക്സ് ഈക്വൽ ടു y മൈനസ് 3. അതാണ് എന്ത്? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് 3 ആണ്. ഓക്കെ, വൈക്ക് പകരം എക്സ് കൊടുക്കാം. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3. അപ്പോൾ ഓപ്ഷൻ എ അല്ലേ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ. എക്സ് പ്ലസ് 3 ഉണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3 ആണ്. സോ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 3 ആണ്. ആരും കയറിയിട്ട് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് 1/x പ്ലസ് 3 എന്ന് എഴുതരുത്. ആദ്യം എന്ത് ചെയ്യാം? തന്ന ഫംഗ്ഷൻ എഴുതാം, എക്സ് പ്ലസ് 3 എന്ന് എഴുതാം. ദെൻ അത് എന്ന് പറയുന്നത് എന്താണ്? y ഈക്വൽ ടു എക്സ് പ്ലസ് 3 ആണ്. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഫൈൻഡ് എക്സ് ഇൻ ടേംസ് ഓഫ് y. എക്സ് കണ്ടുപിടിക്കണം, വൈൻ്റെ ടേംസിൽ എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ y ഈക്വൽ ടു എക്സ് പ്ലസ് 3 എന്ന് എഴുതിയത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു y മൈനസ് 3 എന്ന് എഴുതാം. ദെർഫോർ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? വൈക്ക് പകരം ഇവിടെ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് 3 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഫ്രം സെറ്റ് ടു ഇറ്റ്സെൽഫ് ആർ ബൈജങ്ഷൻസ്? അതായത് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻസിൽ ഏതാണ് ഫ്രം സെറ്റ് ടു ഇറ്റ്സെൽഫ് ആർ ബൈജങ്ഷൻ? ഇതിൽ ഏതൊക്കെയാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് എന്ന് നോക്കണം. അത് ഏതിലാണ്? ഇൻറ്റിജർ ആയിരിക്കണം. ഓക്കെ, സെറ്റ് എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ ഫംഗ്ഷനെയും ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷന് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താണ്? 1 to 1 ഫംഗ്ഷൻ ആവണം, അതുപോലെ തന്നെ on to ഫംഗ്ഷൻ ആയിരിക്കണം അല്ലേ? ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? ബൈജങ്ഷൻ അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയുള്ളൂ. അപ്പോൾ ഓരോ ഫംഗ്ഷൻ എടുത്തിട്ട് അത് ബൈജക്റ്റീവ് ആണോ നോക്കണം. ഫ്രം സെറ്റ് ടു ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സ് എടുക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ ആദ്യം 1 to 1 ടെസ്റ്റ് ചെയ്യാം, അതായത് 1 to 1 ഫംഗ്ഷൻ ആണോ നോക്കുക. അപ്പോൾ എന്ത് കിട്ടും? ലെറ്റ് x1 ആൻഡ് x2 ബി ദ എലമെന്റ്സ് ഇൻ ദ ഡൊമെയിൻ. അതായത് x1 ആൻഡ് x2 എന്ന് പറയുന്നത് ഡൊമെയിനിലുള്ള രണ്ട് എലമെന്റ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 which implies x1 cube is equal to x2 cube. That implies x1 is equal to x2. അപ്പോൾ എന്ത് കിട്ടി? 1 to 1 ഫംഗ്ഷൻ ആണെന്ന് കിട്ടി എഫ് എന്ന് പറയുന്നത്. 1 to 1 ഫംഗ്ഷൻ ആണോ on to ഫംഗ്ഷൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലേ? റിലേഷൻ ആയിട്ട് ഫംഗ്ഷൻസിൽ മിസ് പഠിപ്പിച്ചിട്ടില്ലേ? 1 to 1 ഫംഗ്ഷൻ ആണ്, അതുപോലെ തന്നെ on to ഫംഗ്ഷൻ, ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താലേ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവുള്ളൂ എന്ന് മിസ് പറഞ്ഞിട്ടില്ലേ? അപ്പം എങ്ങനെയാണ് 1 to 1 ടെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ല. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണെങ്കിൽ നമ്മൾ രണ്ട് എലമെന്റ്സ് എടുക്കുക, ഡൊമൈനിലുള്ള രണ്ട് എലമെന്റ്സ് x1 ആൻഡ് x2 എന്ന് എടുക്കുക. എന്നിട്ട് ഈ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം x1 ആൻഡ് x2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അപ്പോൾ എന്തായിരിക്കും എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ എന്തായിരിക്കും എക്സ് വൺ ക്യൂബ് ഇസ് ഈക്വൽ ടു എക്സ് ടു ക്യൂബ് ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് വണ്ണും എക്സ് ടും ഈക്വൽ ആണെങ്കിൽ എന്താണ് 1-to-1 ഫംഗ്ഷൻ ആണ്. ഓക്കെ, എഫ് എന്ന് പറയുന്നത് ഒരു 1-to-1 ഫംഗ്ഷൻ ആണ്. ദെൻ ഓൺ ടു ടെസ്റ്റ് എങ്ങനെ ചെയ്യാം? ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സിൽ y എന്ന് പറയുന്നത് എന്താണ് കോഡൊമൈനിലെ എലമെന്റ്സ് ആണ്, എക്സ് എന്ന് പറയുന്നത് ഡൊമൈനിലെ എലമെന്റ്സ് ആണ്. കോഡൊമൈനും ഡൊമൈനും റേഞ്ചും ഒക്കെ എല്ലാവർക്കും അറിയില്ലേ? അതായത് എന്തായിരുന്നു ഫസ്റ്റ് വരുന്നത് ഡൊമൈൻ, ഇത് കോഡൊമൈൻ, ഇതിന് എലമെന്റ്സ്, അതായത് ഇപ്പോൾ ഇവിടെ എ ബി സി, ബട്ട് ഇവിടെ 1 2 3 4 ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കോഡൊമൈനിൽ വരുന്നത് 1 2 3 4, ഡൊമൈനിൽ വരുന്നത് എ ബി സി. പക്ഷേ ഇതിൻ്റെ റേഞ്ച് എന്തായിരിക്കും 1 2 3 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ എ ബി സി ഉള്ള റിലേഷൻ ആയിട്ടുള്ളത് ഈ 1 2 3 മാത്രമായിട്ടാണ് അല്ലേ? അപ്പോൾ ഡൊമൈനും കോഡൊമൈനും റേഞ്ചും എല്ലാവർക്കും അറിയും എന്ന് വിചാരിക്കണം. അറിയില്ലേ? ഓക്കെ, അപ്പോൾ ഓൺ ടു ടെസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുക. y ബിലോങ്സ് ടു കോഡൊമൈൻ ആൻഡ് x ബിലോങ്സ് ടു ഡൊമൈൻ. അപ്പം എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്? എന്താണ് എക്സ് ക്യൂബ് ആണ് അല്ലേ? y ഈക്വൽ ടു എക്സ് ക്യൂബ്. ഫ്രം ദിസ് എക്സ് ഈക്വൽ ടു എന്താണ് ക്യൂബ് റൂട്ട് ഓഫ് y ആണ് കിട്ടുക അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ yക്ക് ഒരു വാല്യൂ കൊടുക്കുക. y ഈക്വൽ ടു 3 എന്ന് കൊടുക്കുക. 3ൻ്റെ ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻറ്റിജർ ആണോ കിട്ടുക? ഇപ്പോൾ 27ൻ്റെ ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. ഇറ്റ്സ് ആൻ ഇൻറ്റിജർ. പക്ഷേ 3ൻ്റെ ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റിജർ കിട്ടുമോ? ഇല്ലല്ലോ. ഇറ്റ്സ് നോട്ട് ബിലോങ്സ് ടു സെറ്റ് അല്ലേ? അപ്പം എന്താണ് നമ്മളെ ഗിവൺ കണ്ടീഷൻ എന്തായിരുന്നു? അത് ഇൻറ്റിജർ ആയിരിക്കണം, ഇൻറ്റിജറിൽ ബിലോങ് ചെയ്യുന്നതായിരിക്കണം ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആകുമ്പോൾ. അതായത് ഓൺ ടു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആകുന്നത് എപ്പോഴാണ്? അത് ഇൻറ്റിജേഴ്സ് ആയിരിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഓൺ ടു ടെസ്റ്റ് ചെയ്തിട്ട് ഒരു വാല്യൂ കൊടുത്ത് നോക്കാം. അപ്പോൾ ഓൺ ടു ടെസ്റ്റ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് y എന്ന് കിട്ടും. yക്ക് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എന്താണ് സെഡിൽ ബിലോങ് ചെയ്യില്ല, ഇൻറ്റിജേഴ്സിൽ ബിലോങ് ചെയ്യില്ല. സോ എന്ത് കിട്ടും? എഫ് ഈസ് നോട്ട് ഓൺ ടു ഫംഗ്ഷൻ, ദെർഫോർ എഫ് ഈസ് നോട്ട് ബൈജക്റ്റീവ്, അല്ലെങ്കിൽ ബൈജങ്ഷൻ അല്ല. ഓക്കെ, ഇനി സെക്കൻഡ് ഫംഗ്ഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ആയിരുന്നു. We have f of x1 equal to f of x2 where x1 and x2 belongs to domain. Then x1 plus x2, അതായത് എക്സിന് പകരം x plus 2ല് എക്സിന് പകരം എന്ത് ചെയ്യാം? x plus 1 എന്ന് കൊടുക്കാം. x1 plus 2 equal to x2 plus 2 which is equal to x1 equal to x2. Therefore f1 എന്ന് പറയുന്നത് എന്താണ്? എഫ് എന്ന് പറയുന്നത് എന്താണ്? ഓൺ ടു ഓൺ ഫംഗ്ഷൻ ആണ്, 1-to-1 ഫംഗ്ഷൻ ആണ്. ഇനി ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് where y belongs to codomain and x belongs to domain. Then y equal to x plus 2 which implies x equal to y minus 2 എന്ന് എഴുതാം. ഇവിടെ yക്ക് ഒരു വാല്യൂ കൊടുത്തേ, yക്ക് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? x equal to 3 minus 2 1. y equal to 15 എന്ന് കൊടുത്തു കഴിഞ്ഞാലും x എന്താണ് കിട്ടുക? 15 minus 2 13 കിട്ടും. ഇതൊക്കെ എന്താണ്? ഇൻറ്റിജേഴ്സ് ആണല്ലേ? അപ്പോൾ x ഈക്വൽ ടു 5 minus 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ yക്ക് എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും എന്താണ് കിട്ടുക? അത് ഇൻറ്റിജേഴ്സിലാണ് വരിക. ഓക്കെ, അപ്പോൾ എന്താണ് എഫ് എന്ന് പറയുന്നത് ഒരു ഓൺ ടു ഓൺ ഫംഗ്ഷൻ ആണ്. സോ അതെന്ത് പറയാം? ബൈജക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാം. ക്ലിയർ? ഇനി ഇപ്പം നമുക്ക് എന്തായാലും ഈ ഫസ്റ്റ് ഫംഗ്ഷൻ ബൈജക്റ്റീവ് അല്ല, ബൈജങ്ഷൻ അല്ല. സെക്കൻഡ് ഫംഗ്ഷൻ ബൈജങ്ഷൻ ആണെന്ന് കിട്ടി. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആണെന്ന് പറഞ്ഞു എഴുതാം. പക്ഷെ ബാക്കി 2 ഫംഗ്ഷനും കൂടെ ഉണ്ട്, നമുക്ക് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 1. സോ 1-to-1 ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാൻ എന്താ നോക്കുന്നത്? എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഈക്വൽ ടു 2x1 plus 1 ഇംപ്ലൈസ് 2x2 plus 1. അതിന് എന്ത് കിട്ടി? x1 plus x2 എന്ന് കിട്ടി. സോ എഫ് ഓഫ് എക്സ് ഈസ് 1-to-1 ഫംഗ്ഷൻ ആണ്. ദെൻ y ഈക്വൽ ടു ഓൺ ടു ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാൻ? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ y ഈക്വൽ ടു 2x plus 1 ദാറ്റ് ഈസ് ഈക്വൽ ടു x ഈക്വൽ ടു എന്ത് കിട്ടും? y minus 1/2. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? yക്ക് ഒരു വാല്യൂ കൊടുക്കാം. y ഈക്വൽ ടു 4 കൊടുത്തു കഴിഞ്ഞാൽ x എന്താ കിട്ടുക? y minus 1. 4 minus 1 എന്ത് വരും? 3/2. എന്താണ്? ഫ്രാക്ഷനിലാണ്, അത് ഇൻറ്റിജർ അല്ല. അപ്പോൾ എന്താണ്? നോട്ട് ബിലോങ്സ് ടു സെറ്റ്. സോ എഫ് എന്ന് പറയുന്നത് ഓൺ ടു ഫംഗ്ഷൻ അല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ എഫ് ഓഫ് എക്സ് എന്താണ്? ബൈജങ്ഷനും അല്ല.
ദെൻ ലാസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 1. സോ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എക്സ് 1 ക്യൂബ് പ്ലസ് 1 ഈക്വൽ ടു എക്സ് 2 ക്യൂബ് പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് 1 പ്ലസ് എക്സ് 2. ദെർഫോർ എഫ് ഈസ് 1-to-1 ഫംഗ്ഷൻ ആണ്. എല്ലാ ഫംഗ്ഷനും അധികം 1-to-1 ആയിരിക്കും. ഓൺ ടു ചെയ്യുമ്പോഴായിരിക്കും അല്ലാതിരിക്കുക, നോട്ട് ഓൺ ടു അല്ലാത്ത കേസ് വരിക. ഓക്കെ, അങ്ങനെയാണ് ബൈജങ്ഷൻ അല്ലാതിരിക്കുക. ഓക്കെ, ദെൻ ഓൺ ടു ഫംഗ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് where y ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 1 then x ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് y മൈനസ് 1 which not belongs to set അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? f is not on to function, therefore f is not bijunction. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മളെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് പറയുന്നതാണ് എന്ത്? കറക്റ്റ് ഫംഗ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ. അത് ഓപ്ഷൻ നമ്പർ ബി. ബൈജങ്ഷൻ ആവുന്നത് ഏതിൽ മാത്രമാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ആവുമ്പോൾ മാത്രമാണ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 10th and 11th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.